ഹായ് ഫ്രണ്ട്സ്, ഈസ് കീർത്തി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നടന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നതാണ്, വീട്ടിലാണ് അപ്പം ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് സ്കൂളിൽ ഞങ്ങളുടെ മലയാളം എക്സാം ആയിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ലാസ്റ്റായിരുന്നു ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, കളറിങ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും പകുതി സ്കൂൾസിലും ഉണ്ടാവുക. പക്ഷെ ഞങ്ങൾക്ക് കളറിങ് ഇപ്പം ഇല്ല. പിന്നെ ഞാനൊരു നല്ലോണം പഠിക്കണതിൽ എന്തോ ഒരു ബുക്ക് തരും കേട്ടോ അവർ. അതിലെടുത്ത് എല്ലാം പഠിച്ചിട്ട് പോകണം. എല്ലാം പഠിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പരീക്ഷ ഇടും. അത് കുറേ സ്കൂളുകളൊക്കെ കൂടിയിട്ടാണെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം ഞങ്ങൾ അതിന് ചേർന്നിട്ടുണ്ട്. പിന്നെ കളറിങ്ങിനും ചേർന്നിട്ടുണ്ട്. പിന്നെ അമ്മ ഇപ്പോൾ സ്കൂളിലാണ്. അമ്മനെ വിളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ പോയിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്തും. എൻ്റെ അച്ഛന് കുറച്ച് ചെടികളൊക്കെ, ഒരു ഗാർഡനിങ് ടൈപ്പ് പോലെയാണ് ഇഷ്ടം. അതുകൊണ്ട് ചെടികളൊക്കെ വാങ്ങും. എൻ്റെ അച്ഛൻ്റെ കുറച്ച് ചെടികൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടു, ഇതൊക്കെ അച്ഛൻ്റെ ചെടികളാണ്. പിന്നെ ഇത് ഈ ഒരു ചെടിയിൽ ഈ ചെടി മാത്രം എന്തെയാണ് കേട്ടോ. ഇത് അവിടെ ഒരു ദൂരത്തായിട്ട് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം ഞാൻ. ആ താഴെ ഒരു വടി പോലെ ആ ചെടിച്ചട്ടിന് അപ്പുറത്ത് നിൽക്കില്ല, അതാണ് കേട്ടോ. പിന്നെ ഇതൊരു ചെടിയാണ്. ഇതും എൻ്റെ അച്ഛൻ്റെ ചെടികളാണ്. ഇതൊക്കെ എന്താ ചെടിയാണെന്ന് എനിക്കറിയില്ല, അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് രണ്ടും എൻ്റെയാണ്. ഈ ചെടി ഇതിൻ്റെ പേര് പയറാണ് കേട്ടോ. ഞാൻ പയർ നട്ടതായിരുന്നേ, നല്ല സാധനമാണ്. പിന്നെ ഇത് കടുക്, ഇത്തിരി വാടിപ്പോയി. ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ ഇത്തിരി പൊങ്ങിയിട്ടുണ്ട് കടുക്. പിന്നെ എൻ്റെ വീട്ടിലൊരു പൂച്ചക്കുട്ടിയുണ്ട്. ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു. അതിപ്പോൾ എവിടെയാണെന്നൊന്നും അറിയില്ല, എവിടെയോ പോയിരിക്കുന്നു, അകത്തെവിടെയോ ഉണ്ട്. പിന്നെ ഗൈസ് ഞാൻ ഓരോന്ന് തന്നെയാണ്. എനിക്ക് പഠിക്കാൻ ഹോംവർക്കൊക്കെ ഉണ്ട്, ചെയ്യണം. അപ്പം ഇതൊക്കെ ഉണ്ടോ എൻ്റെ അച്ഛൻ്റെ ഗാർഡനിങ്ങിൻ്റെ കാര്യങ്ങൾ. ഇതൊക്കെ അച്ഛൻ്റെ കണ്ടോ ഗൈസ്, എല്ലാം അടിപൊളി. പിന്നെ ഗൈസ് ഇത്രയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. നമ്മൾ ഒരുപാട് ചെടികളൊക്കെ ആയതുകൊണ്ട് നന്നായിട്ടുണ്ട്. അപ്പം അമ്മ കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. എന്താ വെച്ചാൽ ചെടികളൊക്കെ വാങ്ങുമ്പോഴേക്കും അത്യാവശ്യം നേരം എടുക്കുമല്ലോ, അത്യാവശ്യം നേരം എടുക്കും. അപ്പോൾ ഇന്ന് ചിലപ്പോൾ വൈകും തോന്നുന്നു. അപ്പോഴേക്കും ഞാൻ ഹോംവർക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ഗൈസ് എൻ്റെ വീട്ടിൽ സ്വന്തമായിട്ട് ഓട്ടോ വാങ്ങിച്ചു, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ആ ഓട്ടവും കൊണ്ടാണ് എൻ്റെ അച്ഛൻ അമ്മനെ വിളിക്കാൻ പോയത്. പിന്നെ വന്നിട്ട് ഞാൻ വേറെ ഒരു വീഡിയോയിൽ അത് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ളത് ഞാനും പിന്നെ എൻ്റെ അമ്മാമ്മയും മാത്രമാണ് കേട്ടോ ഉള്ളത്. വേറെ ഒരാളും ഇല്ല ഗൈസ്. ഞാനും എൻ്റെ അമ്മയും പിന്നെ കുഞ്ഞു പൂച്ചക്കുട്ടിയാണ്. എന്ന് വെച്ചാൽ അവളുടെ പേരെന്താ ഞാൻ പറയാൻ, ചീരു എന്നാണ് കേട്ടോ ഗൈസ്. എൻ്റെ ഈ കുഞ്ഞു ചെടിയിലൊരു കുഞ്ഞു പൂ വന്നിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ചെടിയിൽ ഇതുണ്ട്, നല്ലൊരു കുഞ്ഞു പൂ വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഞാൻ മണത്ത് നോക്കട്ടെ കേട്ടോ, നല്ല മണമാണ് കേട്ടോ ഇത്. ഇവിടെയൊക്കെ കുറേ ഉണ്ട്, ഇത് കണ്ടോ, ഇതൊക്കെ കുറേ ചെടികളുണ്ട്. പിന്നെ ഞങ്ങൾ മേലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. കേട്ടോ ഷീറ്റ് മേലിട്ട് ഇപ്പോൾ തുണിയൊക്കെ ഉണങ്ങാനിടാറായി. കാണിച്ചു തരാം എന്തായാലും. അല്ല സോറി ഗൈസ്, ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല, എന്താ വെച്ചാൽ അത് സീക്രട്ടാണ്. ഒരു വീഡിയോയിൽ പ്രത്യേകിച്ചിട്ട് കാണിച്ചു തരാം. ഞാൻ പ്രത്യേകിച്ചിട്ട് അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ എടുക്കുന്നുണ്ടായില്ല, അപ്പോൾ കാണിച്ചു തരാം ഗൈസ്. പിന്നെ ഞാൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പാല് കുടിക്കുമായിരുന്നു. പാലുണ്ടോയെന്ന് അറിയില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ കുടിച്ചിട്ടില്ല. എൻ്റെ ഹെയറൊക്കെ എങ്ങനെയുണ്ട് ഗൈസ്? ഞാൻ ഈ ഹെയർ എങ്ങനെ ഉണ്ടാക്കിയത് അറിയോ? ഞാൻ ഇന്നലെ ഒരുപാട് വെള്ളം ഇല്ലാതെ കുളിക്കണം.
സ്കൂളിൽ പോകുന്ന ദിവസമാണ് ചെയ്യാൻ. ഇങ്ങനെ വെള്ളം അത്ര ആവാതെ കുളിക്കണം. എന്നിട്ട് നമ്മൾ അതിനെ തോർത്തിട്ട് അത്യാവശ്യം കുറച്ച് കുട്ടികളാണെങ്കിൽ ചെയ്യണമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒരു പ്രാവശ്യം ഒന്ന് തോർത്തണം. എന്നിട്ട് കുട്ടികൾ തന്നെ ഇപ്പോൾ എന്നെ പോലത്തെ പിള്ളേർ, എനിക്കിപ്പോൾ 8 വയസ്സായി, 3ാം ക്ലാസ്സാണ്. ഇങ്ങനത്തെ പിള്ളേരൊക്കെ അവർ തന്നെ തോർത്തണം. തോർത്തി കഴിഞ്ഞിട്ട് ഉറങ്ങാനായിട്ട് കിടക്കണം കേട്ടോ. തോർത്തി കഴിഞ്ഞിട്ട് ഉടനെയല്ല, തോർത്തിയിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ അടുത്ത ദിവസം ആകുമ്പോൾ നല്ല കെട്ടായിരിക്കും കേട്ടോ. പിന്നെ ആ കെട്ടൊക്കെ എടുത്ത് 2 ഭാഗം കെട്ടണം. ചെവിൻ്റെ ഇവിടെ പിടിച്ചിട്ട് വേണം കെട്ടാൻ കേട്ടോ, ഇവിടെയൊക്കെ. എന്നിട്ട് അത് പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് കെട്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് താഴേക്കാവാൻ വേണ്ടിയിട്ട് ലൈറ്റാക്കണം. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ആയിട്ട് വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറ്റുന്ന മുന്നേ തന്നെ ഒന്ന് അഴിക്കണം. അപ്പം ഇങ്ങനത്തത് പോലെ കിട്ടും ഗൈസ്. നല്ല ഹെയറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്പ്രിങ് പോലെ എനിക്ക് ഇങ്ങനത്തെ ഹെയറാണ് ഇഷ്ടം. പിന്നെ ഇതുപോലത്തെ ഡ്രസ്സസ്സാണ് കേട്ടോ, ഷോർട്ട് ഡ്രസ്സാണ്. അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്കറിയാലോ കാറുണ്ട് എന്നൊക്കെ, അന്നേരം ഞാൻ കാണിച്ചു തന്നിട്ടില്ല ഇതുവരെ വീഡിയോയിൽ. എന്നാൽ ഇപ്രാവശ്യം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കാറ്, 2 ബൈക്ക്, ഓട്ടോറിക്ഷ ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. കാറ്, പിന്നെ ഒരു ബൈക്ക് ഉണ്ട്. ഇതാണ് ആ ബൈക്ക്, കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്ന് ബൈക്കാണ്. ഇനി ബുള്ളറ്റ് ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ബുള്ളറ്റ് വേറെ സ്ഥലത്തൊക്കെയാണ് നിർത്തിയിരിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ബുള്ളറ്റ്. ഇതാണ് കേട്ടോ പൂച്ചക്കുട്ടി വന്നു പുറത്ത്. ഞാൻ അകത്തേക്കൊന്ന് നിൽക്കണം കേട്ടോ, എനിക്ക് തോന്നുക. എൻ്റെ അച്ഛൻ വന്നു കേട്ടോ. ശരി, എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ പിന്നെ